മിഡിൽ ഈസ്റ്റിനെ കണ്ണടച്ചു തുറക്കും മുൻപ് ഒരു മഹായുദ്ധത്തിലേക്ക് തള്ളിവിട്ടേക്കാവുന്ന ഏറ്റവും ഭീതിജനകമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നുപോകുന്നത്. പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിരിക്കുന്ന 50,000-ലധികം വരുന്ന അമേരിക്കൻ സൈനികരെ ലക്ഷ്യമിട്ട് ഇറാൻ നീക്കം ശക്തമാക്കിയതോടെ മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്ത മുന്നറിയിപ്പും അതിശക്തമായിട്ടുള്ള സൈനിക വിന്യാസവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ തുടർച്ചയായിട്ടുള്ള 8ാം രാത്രിയിലും US വ്യോമസേന അതിശക്തമായിട്ടുള്ള ബോംബാക്രമണമാണ് അഴിച്ചുവിട്ടത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ആക്രമണങ്ങളിൽ ഇറാന്റെ പ്രധാനപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഡാർ നിലയങ്ങളും മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളും പൂർണ്ണമായും തകർക്കപ്പെട്ടു. സ്ഥിതിഗതികൾ കൈവിട്ടു പോകാതിരിക്കാൻ അമേരിക്കൻ സൈന്യം ജർമ്മനിയിൽ നിന്ന് F-16 പോർ വിമാനങ്ങളും ബ്രിട്ടനിൽ നിന്ന് അത്യാധുനിക F-35 സ്റ്റെൽത്ത് ഫൈറ്ററുകളും ഇസ്രയേലിലെയും മറ്റു സഖ്യരാജ്യങ്ങളിലെയും സൈനിക താവളങ്ങളിലേക്ക് അടിയന്തരമായി എത്തിച്ചു കഴിഞ്ഞു. ജോർദാനിലെ US സൈനിക താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതാണ് നിലവിലെ ഈ വൻ തിരിച്ചടിക്ക് പെട്ടെന്നുള്ള കാരണം. ഇതോടെ മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള അമേരിക്കൻ എംബസികൾക്കും പൗരന്മാർക്കും ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ ആക്രമണം ഉണ്ടായേക്കാമെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള തങ്ങളുടെ പൗരന്മാർക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും ജാഗ്രത പാലിക്കാനും ആവശ്യപ്പെടുന്ന ആഗോള സുരക്ഷാ അലർട്ടാണ് വാഷിംഗ്ടൺ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനിടെ ഇറാൻ ഒരു നേരിട്ടുള്ള ആക്രമണത്തിന് തുനിഞ്ഞാൽ ടെഹ്റാനിലെ ആണവ കേന്ദ്രങ്ങളിലും മിസൈൽ ഉൽപാദനശാലകളിലും കയറി കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഇസ്രയേൽ വ്യോമസേന പൂർണ്ണ സജ്ജമായി നിൽക്കുകയാണ്. എന്നാൽ നിലവിൽ മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങൾ തങ്ങളുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നിർത്തുവാൻ ഇസ്രയേലിനോട് തൽക്കാലം യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ അമേരിക്ക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പിന്തുടരുന്ന മാക്സിമം പ്രഷർ അഥവാ പരമാവധി സമ്മർദ്ദം ചെലുത്തുന്ന നയത്തിന്റെ ഏറ്റവും മാരകമായിട്ടുള്ള രൂപത്തിനാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർത്ത് മേഖലയിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. എന്നാൽ ഇരുവശത്തു നിന്നും ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ പോലും അത് പശ്ചിമേഷ്യയെ മുഴുവൻ ചാരമാക്കുന്ന ഒരു വൻ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നെക്സ്റ്റ് സിസ്റ്റം